ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ പൈത്തനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് നമ്മൾ പൈത്തണിനകത്ത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത് വരെ പഠിച്ച്, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പഠിച്ച്, നമ്മൾ അനോക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്ത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിൻ്റെ ഇൻഡൻറ്റേഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം പൈത്തൺ ഇൻഡൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ചോദ്യം. ഓക്കെ, പൈത്തൺ ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ടാക്കാനായിട്ട് കേർലി ബ്രേസസ് യൂസ് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാമോ? മറ്റ് ലാംഗ്വേജുകൾ ഇപ്പം ജാവ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ PHP ജാവയൊക്കെ ആണെങ്കിൽ അറിയാം, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കേർലി ബ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. പൈത്തൺ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ മൊഡ്യൂളിലേക്ക് പോവാം. അപ്പൊ എന്താണ് ഇൻഡന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലൈൻ ഓഫ് കോഡിന്റെ ബിഗിനിങ്ങിൽ ആഡ് ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു സ്പേസ് ആവാം, അല്ലെങ്കിൽ രണ്ട് സ്പേസ് ആവാം, ടാബ് സ്പേസ് ആവാം, അങ്ങനെ എത്ര സ്പേസസ് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പം മറ്റു ലാംഗ്വേജുകളെ അപേക്ഷിച്ച് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത് കോഡിങ്ങിന്റെ അല്ലെങ്കിൽ കോഡിംഗ് സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ കോഡിങ്ങിന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്, റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെയാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പൈത്തനെ സംബന്ധിച്ച് പൈത്തണ് ഇൻഡന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൈത്തനകത്ത് ഓപ്പൺ ബ്രേസസോ ക്ലോസ് ബ്രേസസോ യൂസ് ചെയ്യുന്നില്ല. പകരം ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പോലും ഇൻഡന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. കാരണം പൈത്തനകത്ത് ഓപ്പൺ ക്ലോസ് ബ്രേസസ് അല്ല യൂസ് ചെയ്യുന്ന, പകരം ഒരു ഇൻഡന്റേഷൻ ആണ് ബ്ലോക്ക് ഓഫ് കോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമുക്കത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ അറിയാം. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ട്യൂട്ടോറിയൽ എന്നുള്ളത് ഒരു ഫോൾഡർ, യൂസേഴ്സ് ഫോൾഡറിന് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പൈത്തൺ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പൈത്തൺ ഫയൽസ് ഇടാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ഓൺ ന്യൂ, ഒരു പുതിയ പൈത്തൺ 3 നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കോഡ് റൺ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പൈത്തൺ 3 കോഡ് റൺ ചെയ്യാൻ നമ്മൾ പോവുക. അതിനകത്ത് ഇൻഡന്റേഷനെ കുറിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ജൂപ്പിറ്റർ നോട്ട്ബുക്കിന്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറയാം. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ കേഴ്സർ നിൽക്കുന്ന ഭാഗം, അതിനെ ഒരു സെൽ എന്നാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ പുതിയൊരു സെൽ ആഡ് ചെയ്യണമെങ്കിൽ കറണ്ട് ഓപ്ഷൻസ് സെൽസ് ആൻഡ് ഇൻസേർട്ട് ബിലോ, പുതിയൊരു സെൽ ആഡ് ചെയ്യണമെങ്കിൽ അപ്പം ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് ഒരു പ്രിന്റ് ഓപ്ഷൻസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം, ഹലോ. ഓക്കെ, അതേപോലെ തന്നെ താഴെ ഫ്രണ്ട് വേൾഡ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ കഴ്സർ വെച്ചേക്കുന്ന ഫസ്റ്റ് സെല്ല്, അപ്പൊ ഞാൻ റണ്ണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹലോ മാത്രമേ റൺ ആവത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റൺ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സെൽസും റൺ ആവും. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സെല്ലാണോ നമ്മൾ നിൽക്കുന്നത്, ആ സെല്ലിനകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിലും എഴുതാം. ആ സെല്ല് കഴ്സർ വെച്ച് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് മാത്രമേ റൺ ആവത്തുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഞാനിതെല്ലാം സ്കിപ്പ് ചെയ്യുക, ജസ്റ്റ് റൺ ഓൾ കൊടുക്കുകയാണ്. സോറി, സോൾ ഔട്ട്പുട്ട് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് ഇൻഡന്റേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് ഒരു കണ്ടീഷൻ എഴുതി നിങ്ങൾക്ക് ഇൻഡന്റേഷനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനകത്ത് ഞാനൊരു ഈഫ് കണ്ടീഷൻ എഴുതുകയാണ്. ഇഫ് ട്രൂ കോളൻ. കോളൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ഓഫ് കോഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. മറ്റേതിനകത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ് യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പൊ കോളന് വരെ ഇങ്ങനെ യൂസ് ചെയ്ത് ട്രൂ കണ്ടീഷൻ ആണെങ്കിൽ ഇഫ് ബ്രാക്കറ്റിനകത്ത് ട്രൂ ബ്രാക്കറ്റ് ട്രൂ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പൺ ക്ലോസ് ബ്രേസസ് യൂസ് ചെയ്യാറുണ്ട്. പകരം പൈതനകത്ത് ഓപ്പൺ ബ്രേസസിന് പകരം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കോളൻ യൂസ് ചെയ്യാം. എൻ്റർ അടിക്കുക. സാധാരണഗതിയിൽ നമ്മൾ കോളൻ യൂസ് ചെയ്ത് ഒരു പ്രിന്റ് ട്രൂ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എറർ കണ്ടോ, ഇൻഡന്റേഷൻ എറർ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻഡഡ് ബ്ലോക്ക്. അപ്പൊ പൈതനകത്ത് ഈ ബ്ലോക്ക്, ഈ ട്രൂ എന്ന കണ്ടീഷന്റെ ബ്ലോക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു സ്പേസ് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക, ട്രൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 സ്പേസ് കൊടുത്താലും അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, നോർമൽ കേസിൽ ഞാൻ എല്ലാവരും ഫോളോ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടാബ് സ്പേസ് ആണ് ഇൻഡന്റിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ ട്രൂ, ഇപ്പൊ രണ്ടാമതൊരു ട്രൂ കൊടുക്കണം, ട്രൂ ടു. ഓക്കെ, റൺ ചെയ്താൽ ട്രൂ ടു പ്രിന്റ് ആയി. അതേസമയം ഞാനിപ്പോൾ പ്രിന്റ്
ട്രൂ 3 അതും പ്രിന്റ് ആവുന്നുണ്ട്. പക്ഷെ അത് ഈ ബ്ലോക്കിനകത്തല്ല. അപ്പൊ ആ കണ്ടീഷൻ നമുക്കൊരു എൽസ് കണ്ടീഷനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. എൽസ് ഇൻ സ്റ്റാർട്ട് ഓഫ് ബ്ലോക്ക് പ്രിന്റ് ഫോൾസ് റൺ. കണ്ടോ, ഫോൾസ് എന്നുള്ളത് നെക്സ്റ്റ് എൽസ് കണ്ടീഷനകത്ത് പോയി അത് പ്രിന്റ് ആയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെയും കൂടെ ഒരു ഇൻഡന്റ് കൊടുത്ത് ആ എൽസിനകത്ത് കൊണ്ടുവരും. ഓക്കെ, റൺ. ഇപ്പൊ 2a പ്രിന്റ് ആവുന്നുള്ളൂ, ട്രൂ 2a പ്രിന്റ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതേ കണക്ക് ഇവിടെ കണ്ടീഷൻ ഇഫ് ഫാൾസ് ആക്കി നമുക്ക് നോക്കാം. ഫാൾസ് ആക്കുമ്പോൾ ഫാൾസും ട്രൂ 3യും, അതായത് ഈ ബ്ലോക്ക് ഓഫ് കോഡാണ് പ്രിന്റ് ആയത്, നേരത്തെ ഈ ബ്ലോക്ക് ഓഫ്. ഇപ്പൊ ബ്ലോക്ക് ഓഫ് കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇൻഡന്റേഷൻ വെച്ചിട്ടാണ് ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരു കണ്ടീഷൻ വന്നാൽ ആ ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻസൈഡ് ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു ഇഫ് വരിക, അപ്പൊ ഇവിടെ ട്രൂ കൊടുത്ത് അടുത്ത ബ്ലോക്ക് ഓഫ് കോഡ് വരുമ്പോൾ വീണ്ടും ഒരു ഇൻഡന്റ് ആഡ് ചെയ്യണം. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ട്രൂ. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ഓഫ് കോഡും പ്രിന്റ് ആവും. ഓക്കെ, ഇതാണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്ന പൈത്തണകത്ത്. ഇൻഡന്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യാൻ ഇൻഡന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പൈത്തണകത്ത് ഓപ്പൺ ക്ലോസ് ബ്രേസസ് യൂസ് ചെയ്യാറില്ല, ഇൻഡന്റേഷൻ ആണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മൊഡ്യൂളിൽ എനിക്ക് കവർ ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ബ്ലോക്ക് ഓഫ് കോഡ് കേർലി ബ്രേസസ് യൂസ് ചെയ്യില്ല, പകരം എങ്ങനെ ഇൻഡന്റേഷൻ യൂസ് ചെയ്താണ് ബ്ലോക്ക് ഓഫ് കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമന്റ്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഇനിയുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.